അയ്യ വണക്കം. പാകിസ്ഥാനാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ വ്യോമാക്രമണം നടത്തുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ആ വ്യോമാക്രമണം നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വ്യോമാക്രമണത്തിൻ്റെ വാർത്ത കേൾക്കുന്നു, നമുക്ക് സന്തോഷമാകുന്നു. അവരൊരു വ്യോമാക്രമണമല്ല നടത്തിയത്. പോരാത്തതിന് ഈ റിലീജിയൻ കൊടികുത്തി വാഴുന്ന നാടുകളാണല്ലോ ഇതെല്ലാം എന്ന് പറയുന്നത്. താലിബാൻ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ്. പാകിസ്ഥാൻ പിന്നെ മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് മതപരമായിട്ടുള്ള പല കാരണങ്ങളും കാരണമാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ലോകരാജ്യത്തെ മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞ് വിശ്വസിക്കുന്നു. കാരണം ഈ മാധ്യമങ്ങൾ എന്ത് പറയുന്നു ആ സംഭവം, അതായത് മാധ്യമങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ, അതായത് പൊതുജനമായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ തലയിലേക്ക് എടുക്കുന്നത്. ആ മാധ്യമങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ആ സാധനം നമ്മൾ തലയിലേക്ക് എടുത്ത് നമ്മുടേതായിട്ടുള്ള പല പല നിഗമനങ്ങളിലേക്ക് എത്തും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളോടാരും പറഞ്ഞു തരാറുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ഒരു വീക്ഷണകോണകത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതൊന്നും വ്യക്തമായിട്ട് വിലയിരുത്താൻ കഴിവുള്ള ഒരു മാപ്രകളും നമ്മുടെ ഇന്ന് കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് മീഡിയകളിലും ഇല്ല എന്നുള്ളത് വ്യസന സമേതം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. അതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇതൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും അങ്ങനെ കാബൂളിൽ ഒരു ആക്രമണം നടക്കുന്നു. അതിനുശേഷം താലിബാൻ തിരിച്ചടിക്കുന്നു. ഇതിനകത്ത് അതായത് പാകിസ്ഥാനകത്ത് TLP രംഗത്തിറങ്ങുന്നു. തെഹ്രീക്കെ താലിബാൻ മുകളിൽ ഖൈബർ പഖ്തൂണിൽ അടി തുടങ്ങുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവിടെ അടി തുടങ്ങുന്നു. അങ്ങനെ ആകപ്പാടെ ജഗപുകയായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. അതിനിടയിൽ ചൈനയ്ക്ക് ട്രംപ് 100% താരിഫ് അടിച്ചു കൊടുക്കുന്നു. മുകളിൽ മോസ്കോ എന്ത് ചെയ്യുന്നു, താലിബാനെ വിളിച്ചിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് നേരെ അഫ്ഗാനിസ്ഥാനിലോട്ട് ഗ്യാസ് പൈപ്പ് ലൈൻ കെട്ടി ആ ഗ്യാസ് പൈപ്പ് ലൈൻ നേരെ പാകിസ്ഥാനിലോട്ട് കൊണ്ടുവന്ന് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് താലിബാൻ സംരക്ഷണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് താലിബാനോട് പറയുന്നു. താലിബാൻ്റെ മന്ത്രി ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാം ആകപ്പാടെ ജഗപുകയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയൊരു കളിയുണ്ട്. വലിയൊരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന VD സതീശൻ, രാഹുൽ മാങ്കൂട്ടൻ ഗർഭം കലക്കിയുടെ ആ ഒരു വിഷയം വന്നപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഞെട്ടിപ്പോവും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ ഒക്കെ ഞെട്ടിപ്പോവും എന്ന് പറയുന്നത് പോലെ വലിയൊരു ഗംഭീരമായിട്ടൊരു പൊളിറ്റിക്സ് ഇതിൻ്റെ പിറകിലുണ്ട്. എന്താണ് ആ പൊളിറ്റിക്സ്? എനർജിയെ ആരാണോ നിയന്ത്രിക്കുന്നത് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ്? എനർജിയെ ആരാണോ നിയന്ത്രിക്കുന്നത് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത്. ഈ സൗദി അറേബ്യയിലും GCC രാജ്യങ്ങളിലെല്ലാം എണ്ണപ്പാടങ്ങളുണ്ട്, വമ്പൻ എണ്ണപ്പാടങ്ങൾ. ഈ എണ്ണപ്പാടങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയാണ് ലോക പോലീസായിട്ട് എല്ലാ കാലത്തും വിരാജിക്കുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ചന്ദ്രനിലെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ സൗത്ത് പോൾ, ചന്ദ്രൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഭൂമി ഇവിടെയാണ്. അതായത് ഭൂമിയിൽ നിന്ന് നേരെ ഒരു പേടകം വന്നിട്ട് ചന്ദ്രൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യണം. അങ്ങനെ സോഫ്റ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോലെ, അമേരിക്കയ്ക്ക് പോലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ സോഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ പേടകം ഇടിച്ചിറങ്ങാതെ കറക്റ്റായിട്ട് പേടകം വന്ന് താഴെ ഇരിക്കുക, അതാണ് സോഫ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മുടെ എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം എനർജി, വമ്പൻ എനർജിയാണ് എവിടെയുള്ളത്? ചന്ദ്രനിലുള്ളത്. ഹീലിയം ഐസോട്ടോപ്പ് എന്ന് പറയുന്ന വലിയ എനർജി സോഴ്സാണ് ഈ ഭാഗത്തൊക്കെ ചന്ദ്രനിലുള്ളത് എന്നുള്ളതാണ്. ഈ ഹീലിയം ഐസോട്ടോപ്പ് നമ്മുടെ ലോകത്തെ, അതായത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് എത്തിക്കുന്ന ആൾക്കാർ എന്താണ്? സൗദി അറേബ്യയ്ക്ക് പെട്രോൾ എന്ന പോലെ അത് എത്തിക്കുന്ന ആൾക്കാർ പിന്നീട് ലോകം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ, നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ പേടകവുമായിട്ടുള്ള കണക്ഷനും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ഇനി അവിടെ പര്യവേഷണം നടത്തി ഈ സാധനം എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഭൂമിയിലിരിക്കുന്ന മനുഷ്യർക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. എങ്കിലും നമ്മളത് ചെയ്തു എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് സോഫ്റ്റ് ലാൻഡെങ്കിലും നടത്തി എന്നുള്ളതാണ്. അപ്പോൾ എനർജിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഈ എനർജിക്ക് വേണ്ടിയുള്ള യുദ്ധം ഇനി എങ്ങോട്ടാണ് വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? അത് ബലൂചിസ്ഥാനിലേക്കാണ് വരാൻ പോകുന്നത്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്ന ചില്ലറ പ്രദേശം ഒന്നും അല്ല ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ബലൂചിസ്ഥാനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി സമ്പൂർണ്ണമായിട്ടും മധ്യേഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും എല്ലാം വലിയ വലിയ കരുനീക്കങ്ങൾ നടക്കാൻ പോകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നാലും ദ നെക്സ്റ്റ് റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. അമേരിക്കയുടെ അടുത്ത ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. ആ ബലൂചിസ്ഥാനാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് യുഎസിൻ്റെ ഫണ്ട് മീൻസ് യുഎസിൻ്റെ പൈസ, സൗദിയുടെ ഡിപ്ലോമസി, പാകിസ്ഥാൻ്റെ മസിൽ പവർ. ഇത് മൂന്നുമാണ് ഇന്ത്യ, ഇറാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ ഈ 4 രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്താനായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. യുഎസിൻ്റെ ഫണ്ട്, പാകിസ്ഥാൻ്റെ മസിൽ പവർ, സൗദി അറേബ്യയുടെ ഡിപ്ലോമസി. ഇത് മൂന്നുമാണ് എന്തിനെ അസ്ഥിരപ്പെടുത്താൻ? നമ്മൾ ഇന്ത്യ, ചൈന,
അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്ന് പറയുന്ന ഈ 4 രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്താനായി അമേരിക്ക തന്ത്രപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിടുപിടിയെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി വിശദമായിട്ട് ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള സംഭവത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ അമേരിക്ക പാകിസ്ഥാനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാകിസ്ഥാനെ അമേരിക്ക ഒരു പ്രോക്സി ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഈ പ്രോക്സി ആയിട്ട് അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂലിത്തല്ലുകാരൻ, അമേരിക്കയുടെ ഒരു ഒളിപ്പോരാളി, അതാണ് പ്രോക്സി എന്ന് പറയുന്നത്. ഈ പ്രോക്സി ആയിട്ട് അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അഫ്ഗാനിസ്ഥാനെ കൂട്ടിലാക്കണം. അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കി വിടാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കി വിട്ടാൽ അത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇറാനും വളരെ വലിയ ഗുണങ്ങൾ ചെയ്യും. ബലൂചിസ്ഥാനിലേക്ക് പിന്നെ അമേരിക്കയ്ക്ക് അടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ അമേരിക്കയ്ക്ക് തകർക്കണം. അപ്പോൾ നിഷ്കളങ്കരെ, നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ പാകിസ്ഥാൻ കാബൂളിലേക്ക് വ്യോമാക്രമണം നടത്തിയത് അമേരിക്കയുടെ അറിവോടെ അല്ലെന്ന്? ഉറപ്പായിട്ടും അമേരിക്കയുടെ അറിവോടുകൂടിയാണ് പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള മണ്ടയില്ലാതെ പോയി എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതും കൂടെ അറിയിച്ചു കൊള്ളട്ടെ. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനെ അസ്ഥിരപ്പെടുത്തുക. അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം ശക്തിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, അവിടെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ, അത് താലിബാനായാലും ഏത് താലിബാനായാലും അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ സുസ്ഥിരമായിട്ടുള്ളൊരു ഭരണം വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യും? മധ്യേഷ്യയുടെ സമ്പൂർണ്ണമായിട്ടുള്ള എനർജി റിസോഴ്സുകളെ എല്ലാം കൊണ്ടുവന്ന് ഇന്ത്യൻ ഓഷനിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഗ്വാദ്വാർ തുറമുഖം വഴിയാകാം, ബലൂചിസ്ഥാൻ വഴിയാകാം, അല്ലെങ്കിൽ അത് ഏത് വഴിയാകാം? അത് അഫ്ഗാനിസ്ഥാൻ്റെ ചബഹർ തുറമുഖം വഴിയാകാം എന്നുള്ളതാണ്. ചൈനയുടെ സെപ്പക്, അതായത് ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറയുന്ന പദ്ധതി അഫ്ഗാനിസ്ഥാൻ എന്തു ചെയ്യും? അഫ്ഗാനിസ്ഥാൻ പരിപോഷിപ്പിക്കും. അഫ്ഗാനിസ്ഥാൻ അതിനെ കൊണ്ടുവന്ന് എവിടെ ബന്ധിപ്പിക്കും? ഇന്ത്യൻ ഓഷനിൽ ബന്ധിപ്പിക്കും. അങ്ങനെ ചൈനയ്ക്ക് വഖാൻ ഇടനാഴി വഴിയുള്ള വലിയ രീതിയിലുള്ള വ്യാപാരത്തിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കാനുള്ളൊരു സംഭവം അഫ്ഗാനിസ്ഥാനിൽ സുസ്ഥിരമായിട്ടുള്ളൊരു ഭരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാകും എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ സുസ്ഥിരമായിട്ടുള്ളൊരു ഭരണം വന്നു കഴിഞ്ഞാൽ TAPI തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ നേരെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരികയും പാകിസ്ഥാൻ വഴി അത് വരികയും, അത് വന്നു കഴിഞ്ഞാൽ അത് ആർക്കാണ് ദോഷം ചെയ്യുക? അത് അമേരിക്കയ്ക്കാണ് ദോഷം ചെയ്യുക. അങ്ങനെ ഒരു പൈപ്പ് ലൈൻ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രകൃതിവാതകം ഗണ്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലേക്ക് ഒഴുകി വരികയും അഫ്ഗാനിസ്ഥാനിൽ കൂടെ ഇന്ത്യയിലേക്ക് ഒഴുകി വരികയും അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ വഴി ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും. ഇനി അടുത്തത് ഇറാൻ്റെ കോറിഡോർ. ഈ ഇറാൻ്റെ കോറിഡോറുകളെ അസ്ഥിരപ്പെടുത്താൻ അഫ്ഗാനിസ്ഥാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനിലടക്കം എന്താണ് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് കുറച്ച് ഭാഗം അഫ്ഗാനിസ്ഥാൻ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം ഇറാൻ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, ബാക്കിയാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇറാനും അഫ്ഗാനിസ്ഥാനും വലിയ രീതിയിലുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ പ്രാതിനിധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ കൃത്യമായി അമേരിക്ക എന്ന് പറയുന്ന ഈ കൂതറ രാജ്യത്തിന് അറിയാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി US-ന് ഈ റീജിയനിൽ, അതായത് ഈ ബലൂചിസ്ഥാൻ മേഖല വരുന്ന ഈ റീജിയനിൽ പാകിസ്ഥാനെ ഒരു പ്രോക്സി ആയിട്ടും അഫ്ഗാനിസ്ഥാനെ ഒരു പോണായിട്ടും നിലനിർത്തണം. PAWN പോൺ, അതായത് ഒരു കരുവായിട്ടും നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഓപ്പറേഷൻ സൈക്ലോൺ മുതൽ US-ൻ്റെ പല ചെയ്തികളും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം, അതായത് ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, മുകളിൽ അപ്പുറത്ത് കിടക്കുന്ന തുർക്ക്മെനിസ്ഥാൻ അടക്കമുള്ള ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നടുക്ക് കിടക്കുന്ന ഈ രാജ്യം എത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഒസാമ ബിൻ ലാദൻ അവിടെ വളർന്നു വന്നതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വന്ന് ഇത്രയും കാലം ചാങ്കട കടന്നത് എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരാണ് ഇവിടേക്കുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലും പിളർന്നു വെച്ചത്, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പിളർന്നു വെച്ചത് അമേരിക്കയ്ക്ക് അവിടെ നിന്നും റഷ്യയെ ഒബ്സർവ് ചെയ്യാനാണ് എന്ന് എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു ആംഗിൾ കൂടെ അതിനകത്തുണ്ട്. അല്ലാതെ മതത്തിൻ്റെ പേരിൽ പിളർന്നതല്ല ഇതൊന്നും തന്നെ റിലീജിയൻ്റെ പേരിലും റബലിയൻ്റെ പേരിലും ഉണ്ടായതല്ല. ഇതെല്ലാം വ്യക്തമായിട്ടുള്ള റൂട്ടുകളുടെ പേരിലും വ്യക്തമായിട്ടുള്ള റിസോഴ്സുകൾക്ക് വേണ്ടി പിളർന്നു വച്ചിരിക്കുന്നതാണ് അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ട ഈ അധമ രാജ്യം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് കഥ പോകുന്നത്? അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാകാനായിട്ട് US അനുവദിക്കില്ല. സെൻട്രൽ ഏഷ്യയുടെ ഊർജ്ജ സ്രോതസ്സുകളെ അഫ്ഗാൻ ചബഹർ, ഗ്വാദ്വാർ വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഓഷനിൽ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചൈനയുടെ വ്യാപാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഖാൻ വഴി സുഗമമാകും. അങ്ങനെ പല കാര്യങ്ങളും അതുവഴി നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് US-ന് എപ്പോഴും കാബൂൾ എന്ന് പറയുന്ന പ്രദേശം അഫ്ഗാനെ വീക്കാക്കി വെച്ചിരിക്കണം. ഫെൻസ്ഡ് ബൈ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനെ കൊണ്ട് അഫ്ഗാനിസ്ഥാനെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമമാണ് US നടത്തുന്നത്
നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് US-ന്റെ വെറും ഒരു കൂലിത്തല്ലുകാരൻ മാത്രമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അഫ്ഗാനിലെ ബലൂചിസ്ഥാനെയും ഇൻസ്റ്റേബിളാക്കി നിർത്തേണ്ട ഒരു വലിയ ആവശ്യം പാകിസ്ഥാനുള്ളത്. ബലൂചിസ്ഥാൻ നിരന്തരമായിട്ട് ഇൻസ്റ്റേബിളാക്കി നിർത്തണം. കാരണം നമ്മൾ ഈ ഇടയ്ക്ക് കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, പാക് നാറ്റോ എന്ന് പറഞ്ഞത്. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു നാറ്റോ കരാർ ഏർപ്പെട്ടു. നമ്മളെല്ലാം ആ കരാർ കേട്ട് പുച്ഛിച്ച് തള്ളി. അതായത് പാകിസ്ഥാനെ അടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ വന്ന് പാകിസ്ഥാനെ രക്ഷിക്കും. സൗദി ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യും? സൗദിക്ക് ആണവ കുടയൊക്കെ വിരിച്ചു കൊടുത്ത് രക്ഷിക്കുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. ഞാനടക്കമുള്ള ആൾക്കാർ അത് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അതിലെ ഉള്ളുകളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. US-ന്റെ ഫണ്ട് നേരെ സൗദി അറേബ്യ വഴി നേരെ ബലൂചിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ പാക് നാറ്റോ എന്ന് പറയുന്ന കരാറിൽ സൗദി അറേബ്യ ഒപ്പിട്ടിരിക്കുന്നത്. അല്ലാതെ അതൊരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമുള്ള കരാറല്ല. യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലെ അളവില്ലാത്ത എണ്ണയും റെയർ മെറ്റൽസുമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ റെയർ മിനറൽസുമാണ് എന്നുള്ളതാണ്. ഇവിടെ അമേരിക്കയ്ക്ക് വലിയൊരു ഹോൾഡ് വേണം. ഈ ഹോൾഡ് അമേരിക്കയ്ക്ക് നേരിട്ട് വന്ന് നടത്താനായി സാധിക്കില്ല. കാരണം ചുറ്റും കിടക്കുന്നത് അതീവ ശക്തിയുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ചൈന എന്ന് പറയുന്ന രാജ്യം, തൊട്ടപ്പുറത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഇറാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനുണ്ട്. വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സൗദി അറേബ്യയെ മുന്നിൽ നിർത്തി, ഷിഗണ്ഡിയെ മുന്നിൽ നിർത്തി കളിക്കുക എന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ട് സൗദി അറേബ്യ മുന്നിൽ നിർത്തി, സൗദി അറേബ്യയ്ക്ക് ഫണ്ട് കൊടുത്ത്, സൗദി അറേബ്യയെ കൊണ്ട് പാക് നാറ്റോ ഒരു കരാറിലൊപ്പിച്ച് നൈസായിട്ട് സൗദി അറേബ്യയെ പാകിസ്ഥാനിലേക്ക് എത്തിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെ സൗദി അറേബ്യ വഴി തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പാക്കാനാണ് അമേരിക്കയുടെ ശ്രമം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബലൂചിസ്ഥാനിൽ ഓയിലുണ്ട്, ധാതുക്കളുണ്ട്. ഈ ഓയിൽ ബലൂചിസ്ഥാനിൽ എവിടെയാണ് കിടക്കുന്നത്? റെക്കോവിക്ക്, സൈൻഡാഗ്, മക്രാൻ ബേസിൻ എന്നിങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. ഈ ഓയിൽ എന്ന് പറയുന്നത്, അതായത് ഈ കൺട്രോൾ ചെയ്യുന്ന ഈ ഓയിൽ ഫീൽഡുകൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ അവർ എനർജി റിസോഴ്സുകളെ കൺട്രോൾ ചെയ്യും. ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ ഈ ഓയിൽ ഫീൽഡുകൾ ആര് കൺട്രോൾ ചെയ്യുന്നുവോ അവർ എനർജി ഫീൽഡുകൾ കൺട്രോൾ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഓയിൽ ഫീൽഡുകൾ, ബലൂചിസ്ഥാനിലെ ഓയിൽ ഫീൽഡുകൾ അമേരിക്ക കൺട്രോൾ ചെയ്യാനായി വരികയാണ്. പോരാത്തതിന് ചൈന റെയർ മെറ്റൽസ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയുടെ പ്രതിരോധ രംഗം ഏകദേശം താറുമാറായ ഒരു മട്ടിലാണ്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രണ്ടാം ലോക മഹായുദ്ധം വന്നതിന് ശേഷം, ആ സമയത്തും അതിനുശേഷവും ആയുധങ്ങൾ വിറ്റിട്ടാണ് ഇന്നത്തെ അമേരിക്കയായി മാറിയിരിക്കുന്നത്. അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ്. ആയുധങ്ങൾ വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കുഞ്ഞു രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് ആ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പിടുങ്ങി അവർക്ക് ആയുധങ്ങൾ അവരറിയാതെ ഡീപ്പ് സ്റ്റേറ്റ് വഴി വിൽക്കുന്ന ഒരു കാഴ്ചയാണ് അമേരിക്ക എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതായി പലർക്കും കാണാനായി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണം? അമേരിക്കയുടെ പ്രതിരോധ മേഖലയെ ഉണർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അവരുടെ റെയർ എർത്ത് മെറ്റൽസ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ബലൂചിസ്ഥാനിൽ വന്ന് റെയർ എർത്ത് മെറ്റൽസ് കുഴിച്ചെടുക്കാനുള്ളൊരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിലെ ഖറാൻ എന്ന് പറയുന്ന മേഖലയിൽ റെയർ എർത്ത് മെറ്റൽസിൻ്റെ വലിയ ശേഖരമുണ്ട്. ഈ ഖറാൻ എന്ന് പറയുന്ന മേഖലയിൽ റെയർ എർത്ത് മെറ്റൽസിൻ്റെ ഈ വലിയ ശേഖരം ഉള്ളത് കൊണ്ട് തന്നെ മെറ്റാലിക്കും നോൺ മെറ്റാലിക്കുമായിട്ടുള്ള മിനറൽസ് അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോരാത്തതിന് വേറെ പല ഇൻഡസ്ട്രിയൽ മിനറൽസും അവിടെ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം അമേരിക്കയ്ക്ക് വളരെയധികം ആവശ്യമുള്ളൊരു പ്രദേശമാണ്. പോരാത്തതിന് ഈ ബലൂചിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അസ്ഥിരപ്പെടുത്തി നിർത്തേണ്ടത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും ആവശ്യമാണ്. ഇവരെ രണ്ടുപേരെയും അസ്ഥിരപ്പെടുത്തി നിർത്തിക്കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിനെ എല്ലാ കാലത്തും പിരിച്ചു നിർത്താനായി സാധിക്കും. അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ്റെ കോറിഡോറുകൾ ഉണരും, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഉണരും, ഇന്ത്യയുടെ പൈപ്പ് ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ഉണരും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ബലൂചിസ്ഥാനാണ് ഈ യുദ്ധത്തിലെ ഇനി പുതിയ കളിക്കാരൻ. വെറും ഒരു പ്രദേശമല്ല, അത് കൃത്യമായിട്ട് തന്ത്രപ്രധാനമുള്ളൊരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതിൽ ആകെ തുക എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ എന്താണ് US-ൻ്റെ ലക്ഷ്യം? ഈ യുദ്ധത്തിൽ US-ൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിസ്ട്രപ്ഷൻ ടു ബ്ലോക്ക് ചൈന, അതായത് ചൈനയെയും ഇന്ത്യയെയും എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യുക, ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിക്കാതിരിക്കുക, ഈ രണ്ട് രാജ്യങ്ങളും വളർന്നു വരാതിരിക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഈ യുദ്ധത്തിലെ ലക്ഷ്യം. എന്താണ്? സ്റ്റെബിലിറ്റി ടു ബെൽറ്റ് ആൻഡ് റോഡ്, സെപ്പക്കിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ചൈനയിലെ ഈ യുദ്ധത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി സൗദിയുടെ ഈ യുദ്ധത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓയിലാണ്, ഓയിൽ ആൻഡ് ലെവറേജാണ്. സൗദിയുടെ ഈ യുദ്ധത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാന് അവരുടെ കോറിഡോറുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ യുദ്ധത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇതൊന്നും അറിയാതെ ഇവരുടെ എല്ലാം കളി കണ്ട് സ്വന്തം രാജ്യത്തെ അമേരിക്കയുടെ മുമ്പിൽ പണയം വെച്ചുകൊണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ വെറുതെ അല്ല താലിബാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു മന്ത്രിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും. എത്രത്തോളം അഫ്ഗാനിസ്ഥാനെ അമേരിക്ക
അൺസ്റ്റേബിൾ ആക്കാൻ നോക്കുമ്പോഴും അഫ്ഗാനിസ്ഥാൻ അരി പൊരി ശർക്കര ഉണ്ട എന്നിവ കൊടുത്ത് അഫ്ഗാനിസ്ഥാന് വേണ്ട കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുത്ത് അഫ്ഗാനിസ്ഥാനെ ശക്തിപ്പെടുത്തി നിർത്താൻ, ഈ മേഖലയിൽ അഫ്ഗാനിസ്ഥാനെ ശക്തിപ്പെട്ടാൽ മാത്രമേ ഇന്ത്യക്കും ചൈനയ്ക്കും അല്ലെങ്കിൽ ഇറാനും തങ്ങളുടെ ശക്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഈ 3 രാജ്യങ്ങൾക്കും കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് ചൈന പാകിസ്ഥാനെ ആക്രമിക്കാനായി താലിബാന് FPV ഡ്രോണുകൾ കൊടുക്കുന്നത്, ഇറാൻ താലിബാനുമായി ബന്ധം പുലർത്തുന്നത്, മോസ്കോ താലിബാനെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നത്, ഇന്ത്യ താലിബാൻ അരിപുരി ശർക്കര ഉണ്ടയും ആംബുലൻസും എല്ലാം കൊടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴിതാ റെയർ എർത്ത് മെറ്റൽസ് അത് ഉള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇറങ്ങി. ആ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ പാകിസ്ഥാൻ്റെ ആൾക്കാർക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രതിരോധം തീർത്തിരിക്കുന്നു എന്നൊരു വാർത്ത കൂടെ ഇതിൻ്റെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ബലൂചിസ്ഥാൻ ഈസ് ദ ന്യൂ ഗ്രാൻഡ് ചെസ് ബോർഡ്. ഇനി കളികളെല്ലാം തന്നെ ബലൂചിസ്ഥാൻ വഴിയാണ് നടക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ വഴിയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്നുകൂടെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാനായി ബഗ്രാൻ വ്യോമത്താവളം തനിക്ക് വേണമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ നഖശികാന്തം എതിർത്തവരിൽ എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അത് റഷ്യ ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു. ഇനി അഫ്ഗാനിസ്ഥാനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് കൃത്യമായി പല രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ശരി.